നമസ്കാരം. എവിടെയാണോ? വടകരയിൽ നിന്ന് വന്നതാണ് തേര് കാണാൻ ആണോ? എല്ലാ തേരിനും വരുമോ അതോ ഇത് ആദ്യമായിട്ടാണോ? എല്ലാ തേരിനും വരും. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പാർവതി താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തേരിന് വന്നതാണോ? നാട്ടുകാരാണോ? അല്ല, ഞങ്ങൾ എടപ്പള്ളിന്ന് വരികയാണ്. മാവേലിക്കരയിൽ തേര് കാണാൻ വേണ്ടി വന്നാ? ഓക്കെ. ഇന്നലെ വന്നു. നല്ല സന്തോഷം. അടിപൊളിയാ. കാണേണ്ടതാ കേട്ടോ. നാട്ടിൽ പലയിടങ്ങളിൽ നിന്നായി വരുന്ന മനുഷ്യരാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതുപോലുള്ള സംഗതികളുണ്ട്. നമ്മളിതൊന്നും കാണുന്നില്ല. ഇന്ത്യക്കാർ കാണുന്നില്ല, മലയാളികൾ കാണുന്നില്ല. വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്നവരാണ് പോകുന്നത്. ഞാൻ ഇന്ത്യയോട്ടൊക്കെ പോയിട്ടുള്ള ആളാണ്. ഞാൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പൊ കാശിയിലും വാരണാസിയിലും അതുപോലെ പ്രയാഗ്രാജിലും അയോധ്യയിലും എല്ലാം പോയിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ എന്തെല്ലാം മഹത്വമായ ക്ഷേത്രങ്ങളും മറ്റു ഡെസ്റ്റിനേഷൻസും ഉണ്ട്. നമ്മളാരും ഇതൊന്നും കാണുന്നില്ല. തെക്കുള്ളവർ വടക്കറിയുന്നില്ല, വടക്കുള്ളവർ തെക്കറിയുന്നില്ല, തെക്കുള്ളവർ തെക്ക് തന്നെ അറിയുന്നില്ല. അതെ, കറക്റ്റ് അല്ലേ? ശരിയാണ്. ഈ കൽപ്പാത്തിയിൽ ഇങ്ങനെ ഒരു തേര് നടന്നിട്ട് നിങ്ങൾ 10, 60, 70 വയസ്സായിട്ട് നിങ്ങൾ ഈ രഥോത്സവമോ തേരുത്സവമോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? ആക്ച്വലി കാണുന്ന ഒരു സംഗതി ഉണ്ട്. ശബരിമല പോവും, സന്തോഷം. പൂരം കാണാൻ പോവും, സന്തോഷം. പക്ഷെ പൂരത്തിന് വടക്കുണ്ട് നമ്മുടെ കേരളം. അവിടെ അറിയുന്നില്ല. അവിടെയുണ്ട്. മാത്രമല്ല ഇനി നിങ്ങൾ കുറച്ചുകൂടി വടക്കോട്ട് പോകണം. വടക്കോട്ട് പോയാൽ നമ്മുടെ കണ്ണൂരിൽ നമ്മുടെ മുത്തപ്പന്റെ ക്ഷേത്രമുണ്ട് അല്ലേ? അതെ, അങ്ങനെ പല പല ക്ഷേത്രങ്ങൾ, കുടിയാട്ടമുണ്ട്, തെയ്യമുണ്ട്. അപ്പോ പല പല ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ജീവിതമാണ്, പൈതൃകമാണ്. അപ്പൊ അതിന് വന്ന് പങ്കുചേരുക, ആ കാഴ്ചകളൊക്കെ കാണുക. സമയം കണ്ടെത്തണം. നമുക്കാരും സമയം സൂര്യൻ വേണ്ടി വേറെ പിന്നുദിക്കുക, ഇന്ന് മാറി നിൽക്കുക ഒന്നും ചെയ്യുന്നില്ല. മാത്രമല്ല 75, 76 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ഒന്നുമില്ല, ഒന്നുമില്ല. 70 വയസ്സായി ലാസ്റ്റ് ലാപ്പിൽ ഓടുകയാണ്. അതെ, അല്ല കേട്ടോ, നിങ്ങൾക്ക് ധാരാളം ഓടാനുള്ള ശേഷി ഉണ്ടാവട്ടെ, ഒരുപാട് കാഴ്ചകൾ കാണട്ടെ. സാറിന്റെ ചാനലിൽ ഇങ്ങനെയൊന്ന് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതും കേരളത്തിലും വിദേശത്തും എവിടെയുള്ള ആൾക്കാർ കാണാൻ കഴിഞ്ഞാലും സാറിനോടൊപ്പം ഷേക്കാൻ നിൽക്കുന്നതും കണ്ടതിൽ വളരെ സന്തോഷം. കൽപ്പാത്തി ഭഗവാന്റെ അനുഗ്രഹം ചാനലിനും അങ്ങേക്കും എല്ലാവർക്കും ഉണ്ടാകും. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അദ്ദേഹം പറഞ്ഞതുപോലെ വീടിനുള്ളിൽ അടച്ചിരിക്കുകയല്ല, പുറത്തു വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുക, ഉത്സവാഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുക. ജീവിതം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ആൾക്കൂട്ടമുള്ളിടത്തോട്ടൊക്കെ ഒന്ന് പോകണം. അവിടെയുള്ള ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. അവിടെ മനുഷ്യരുടെ മുഖത്ത് വിരിയുന്ന ചിരിയും സന്തോഷവും ഊർജ്ജവും ഒക്കെ ഒന്ന് നിങ്ങൾ പങ്കുവെക്കണം. അതാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രസന്നഭരിതമാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് മന്ദക്കര ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്തേക്കാണ്. നമ്മൾ വരുന്നത് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നാണ്.